പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. 3 മാസത്തിന് ശേഷം വർഷ വീട്ടിലേക്ക് വരികയാണ് ശ്രീകാന്തിൻ്റെ. അപ്പം വേദയുടെ അമ്മയും അനിയത്തിയും എല്ലാവരും പോയിട്ടാണ് വർഷേനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ചന്ദ്രശേഖരനും കൂടെ വന്നിട്ടുണ്ട് വർഷയുടെ അച്ഛനെ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി എല്ലാവരെയും ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ കുശലാന്വേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ വർഷയെടുത്ത് പറയുന്നുണ്ട്, മോളെ കുഞ്ഞിനെ ഇങ്ങ് തരാൻ പറയുകയാണ്. അപ്പം വർഷയാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെ പറയുന്നുണ്ട്, അത് മുത്തശ്ശി കുഞ്ഞ് ഉറങ്ങുവാണ്, കൈമാറിയെടുത്താലേ ചിലപ്പം കുഞ്ഞ് കരയുമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശിക്കൊക്കെ നല്ല സങ്കടമാവുന്നുണ്ട്. അന്നേരത്തേക്ക് വേദയുടെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങും എല്ലാം വരികയാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് തന്നെ നടക്കണ്ടേന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, നാട്ടുനടപ്പനുസരിച്ച് ആരാണോ ഇതൊക്കെ ചെയ്യേണ്ടത് അവർ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നാട്ടുനടപ്പനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർശനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവനിപ്പോൾ ഇംഗ്ലണ്ടിലല്ലേ, അവനെന്തായാലും ആ ഒരു സമയത്തേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ടേ, അച്ഛൻ്റെ സഹോദരന്മാരിൽ മൂത്ത ആളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. വേദയെ ഉദ്ദേശിച്ചാണ് മുത്തശ്ശി ഇതൊക്കെ പറയുന്നത്. പക്ഷേ ചന്ദ്രശേഖരനും ശ്രീകാന്തിനൊന്നും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തീരെ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അച്ഛമ്മയോ അച്ഛച്ചനോ മുത്തശ്ശനോ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്താൽ മതി. അതാണോ ചന്ദ്രശേഖര, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരി ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു നോക്ക് പോലും കാണാൻ സമ്മതിക്കാതെ അവളെ തിരിച്ചു പറഞ്ഞയച്ചത് ഈ നടപ്പൊന്നും നടപ്പാക്കണ്ടെന്നുള്ള പേരിലാണോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ദേഷിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തെ, അമ്മ പറഞ്ഞത് സത്യമാണോ? വേദ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നിങ്ങൾ കുഞ്ഞിനെ കാണാൻ അനുവദിച്ചില്ലേ? ശ്രീകാന്ത്, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്, മറുപടി പറയുക. അതെ അമ്മേ, അവൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൾ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അവളെ തിരിച്ചു പറഞ്ഞയച്ചു. എൻ്റെ കുഞ്ഞിനെ ആരൊക്കെ കാണണമെന്നുള്ളത് തീരുമാനിക്കുന്നതേ ഞാനാണെന്നൊക്കെ പറയാം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടേ, ശ്രീകാന്തെ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, അവരെ വളർത്താൻ മാത്രമുള്ള ഉത്തരവാദിത്തം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ശങ്കര, ഇതിനെന്തായാലും ഒരു പ്രായശ്ചിത്തം ചെയ്തേ പറ്റുള്ളൂ. മുത്തശ്ശി എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ അവളോട് പോയി മാപ്പ് പറഞ്ഞിട്ട് ഈ ചടങ്ങിനെല്ലാം അവളെ വിളിക്കണമെന്നാണോ? അപ്പോഴും വർഷ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, വർഷയെ നീ മിണ്ടരുത്. ആർക്കും കൈവാറാൻ കൊടുക്കാതെയും ലാലിക്കാൻ കൊടുക്കാതെയും കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ച് വളർത്താനേ. ശ്രീകാന്തിന് ജനിച്ചത് പാവക്കുട്ടിയൊന്നുമല്ല. ആ കുഞ്ഞ് എല്ലാവരുടെയും സ്നേഹം കിട്ടിയാണ് വളരേണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛമ്മയുടെയും മുത്തശ്ശിയുടെയും ആൻറ്റിമാരുടെയും ഒക്കെ സ്നേഹം കിട്ടിയിട്ട് വേണം ആ കുഞ്ഞ് വളർന്നു വരാനായിട്ട്. അല്ലാതെ കുഞ്ഞു മനസ്സിലെ നഞ്ച് കലക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാലേ വളർന്നു വരുമ്പോൾ അത് നാശത്തിന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷിച്ച് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിശ്വനാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, വിശ്വൻ എങ്ങും ഉറച്ചു നിൽക്കുന്ന ആളല്ലെന്നാണ് വിനയൻ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഈ ജോലി അങ്ങനെയല്ല, ഇത് നമ്മളുടെ അക്കൗണ്ട്സിൻ്റെ ജോലിയാണ്, വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്, ലക്ഷങ്ങൾ ഒരു ദിവസം കൈകാര്യം ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വിശ്വൻ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ജോലി വിശ്വന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. 50,000 രൂപയാണ് ശമ്പളം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശ്വൻ രാത്രി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് വിശ്വൻ ഇതെല്ലാം മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മാഷ് വരുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ നീ എല്ലാ ജോലിക്കും പോകുന്നതാണൊക്കെ 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിണ്ണയിൽ തന്നെ വന്നിരിക്കുന്നത് ഞാൻ കാണേണ്ടി വരുമോ? ഇല്ലച്ചാ, അങ്ങനെയൊന്നും വരത്തില്ല, ഇതങ്ങനെ കായികാധ്വാനമുള്ള ജോലിയൊന്നുമല്ല. അതെന്തായാലും നന്നായി, അതുകൊണ്ട് നീ പോവുമല്ലോ ജോലിക്ക്. അതെ അച്ഛാ, പക്ഷേ കുറച്ച് റിസ്ക് ഉള്ള ജോലിയാണ്, ഇതേപോലെ ക്യാഷൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ്, ATM-ൽ പോയിട്ട് നമ്മൾ പൈസ നിറയ്ക്കേണ്ട ജോലിയാണ്, കൂടെ അസിസ്റ്റൻ്റൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ തന്നെ കുറേ കാശുകളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ശ്രീജിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അപ്പോൾ ശ്രീജി പറയുന്നുണ്ട്, അയ്യോ വിശ്വേട്ടൻ ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? ഇല്ല ശ്രീജി, അതിന് അസിസ്റ്റൻ്റ് ഉണ്ടാവും, പിന്നെ ഗൺമാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വിനയനും പറയുന്നുണ്ട്, അപ്പം വിശ്വേട്ടൻ ഭയങ്കര മഹാലക്ഷ്മിയെ കൈകാര്യം ചെയ്യുന്ന ജോലിയൊക്കെയാണല്ലേ? അങ്ങനെ മാഷാണെന്നുണ്ടെങ്കിൽ ശമ്പളമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 50,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വിനയൻ ഇങ്ങനെ ഞെട്ടുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ നെറുകിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എല്ലാം നല്ല കാര്യം തന്നെയാണ് ശ്രീജെ, എല്ലാ കാര്യങ്ങളും ഇനി നീ തന്നെയാണ് നോക്കി നടത്തേണ്ടത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി നീ ഒന്നും തരണ്ട, പക്ഷേ കിട്ടുന്ന പൈസയൊക്കെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വിനയൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ സമാധാനമായല്ലോ, 1,00,000 രൂപയാണ് അങ്ങേർക്ക് ശമ്പളം കിട്ടുന്നത്, ഇത്രയും നല്ല ജോലിക്ക് എന്തിനാ വിനയേട്ടാ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മുതലാളിയുടെ ഒന്ന് പറഞ്ഞിട്ട് ഈ 50,000 ഒന്ന് 25,000 രൂപയാക്കി കൊടുക്കുക വിനയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ നന്ദിനി, പിന്നെ വിശ്വേട്ടൻ എന്തായാലും ഇത്രയും നാളൊന്നും ജോലിക്ക് പോകുമെന്ന് തോന്നുന്നില്ല, അതിനു മുന്നേ തന്നെ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തോളാം, കാരണം വിശ്വനെ ഈ ജോലിയിലേക്ക് എടുത്തു കൊടുക്കുന്നത് വിനയനാണല്ലോ. അപ്പം ഇതിൻ്റെ പുറകിൽ മറ്റാരോ ഉണ്ട്, അതായത് വിശ്വനെ എങ്ങനെയെങ്കിലും അതിൽ ട്രാപ്പിലാക്കി വേദേനെയും നമ്മളുടെ വിക്രമിനും എതിരെയുള്ള പണിയായിട്ടാണ് വിശ്വനെ അവർ ഉപയോഗിക്കാനായിട്ട് നോക്കുന്നത്. അപ്പം വിനയം പറയുന്നുണ്ട്, അതിനു മുന്നേ തന്നെ വിശ്വേട്ടൻ്റെ ജോലിയൊക്കെ പൊക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നന്ദിനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ രാത്രി വീട്ടിലേക്ക് വരുന്നതാണ്. വീട്ടിലേക്ക് വരുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ വേദ റൂമിൽ കിടന്ന് തറയിൽ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോഴേക്കും നമ്മുടെ വേദ ചാടി എഴുന്നേറ്റ് വിക്രമിൻ്റെ കട്ടിലേക്ക് കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട്.
അപ്പോൾ വിക്രം ഇങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വേദന നോക്കുകയാണ്. ഇനി ഇവള് മനഃപൂർവ്വം എഴുന്നേൽക്കാത്തതാണോ അതോ ശരിക്കും ഉറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് ഇങ്ങനെ മുഖം വെച്ചിട്ട് നോക്കുന്നത്. അപ്പോഴേക്കും വേദ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ നോക്കിയത്? അന്നേരം വിക്രം പറയുന്നുണ്ട്, ഞാനെന്ത് ചെയ്യാൻ നോക്കി, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ആ ടൈപ്പൊന്നും അല്ല. ഓ പിന്നെ നിങ്ങൾ ആ ടൈപ്പൊന്നും അല്ല, രാത്രിയിൽ പെൺപിള്ളേർ റീലെടുക്കുന്നുണ്ടോ അതറിയാൻ വേണ്ടിയിട്ട് വീടിനകത്തേക്ക് കയറുന്ന ആളല്ലേ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന് കൺട്രോൾ പോകുന്നുണ്ട്. ഭയങ്കര ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന കുപ്പിയൊക്കെ എടുത്ത് നമ്മുടെ വേദന അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അയ്യോ അടിക്കല്ലേ വിക്രം, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയില്ലേ. പിന്നെ എല്ലാ ഭാര്യമാരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അതൊരു രസമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഭാര്യയോ, അതിന് ആര് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു? നീ മര്യാദയ്ക്ക് എൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടേ താഴെ എങ്ങാണ്ട് ഇറങ്ങി കിടക്കാൻ നോക്ക്. അയ്യോ അച്ഛമ്മ പറഞ്ഞതേ നമ്മൾ ഇവിടെ തന്നെ കിടക്കണമെന്നുള്ളതാ. പിന്നെ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ഈ കട്ടിൽ ചെറുതല്ലേ അച്ഛമ്മേന്ന്. അപ്പോൾ അച്ഛമ്മ പറയാ, ഒരുമയുണ്ടെങ്കിലേ ഒലക്ക മേലും കിടക്കാന്നുള്ളത്. അയ്യടാ, അതിന് ആര് നിന്നോട് ഒരുമിക്കാൻ വരുന്നു? അതിന് നീ വേറെ ആളെ നോക്കിയാൽ മതി. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല ഒരുമിക്കാൻ ഇങ്ങ് വാ, ഞാനങ്ങ് സമ്മതിക്കാം, നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ വഴക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.